നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അയ്യോ, മഹേട്ടന് വയ്യായിക കൂടുതലാണല്ലോ. അകത്താരും കാണുന്നുമില്ല. എന്റെ ശ്രീമഹേശ്വര, മഹേട്ടനെ രക്ഷിക്കണേ. എത്രയും പെട്ടെന്ന് ഡോക്ടറിനെ വിളിക്കണം. ഡോക്ടർ, സിസ്റ്റർ, സിസ്റ്റർ, ഡോക്ടർ, ആരെങ്കിലും. എങ്ങോട്ടാ ഈ ഓടുന്നേ? അവിടെ മഹേട്ടൻ. അവിടെ മഹേട്ടനോ? മഹേട്ടൻ ഐസിയുവിൽ കിടക്കുമല്ലേ? അതിനിങ്ങനെ ഷോ കാണിച്ച് ഓടുന്ന എന്തിനാ? ആരെ കാണിക്കാനാടി നിന്റെ അഭിനയം? ശ്രേജി, മഹേട്ടന് തീരെ വയ്യ. പെട്ടെന്ന് ഡോക്ടേഴ്സ് ആരെങ്കിലും വന്നില്ലെങ്കിൽ മഹേട്ടന് എന്തെങ്കിലും ആപത്ത് സംഭവിക്കും. നീ ആരാന്നാടി നിന്റെ വിചാരം? ഇവിടുത്തെ ഡോക്ടറിനേക്കാൾ വിവരം നിനക്കാണെന്നുള്ള രീതിയിലാണല്ലോ നിന്റെ സംസാരം. ഒന്നും അറിയാതെയാണോ ഓപ്പറേഷന്റെ സമയം തീരുമാനിച്ച് അവര് മഹേട്ടനെ അവിടെ കിടത്തിയിരിക്കുന്നത്? അതെ, ഇതിനിടയിൽ അവരെന്ത് പഠിപ്പിക്കാനാ നീ ഇതിൽ വിളിച്ചു കൂവി ഓടുന്നത്? ഞാൻ പറയുന്നൊന്ന് കേൾക്ക് ശ്രേജി. സത്യമായിട്ടും മഹേട്ടന് തീരെ വയ്യ. അവിടെ എങ്ങും ഡോക്ടേഴ്സിനെ കാണുന്നില്ല. അവരെന്തെങ്കിലും ആവശ്യത്തിന് അപ്പുറത്തേക്ക് മാറിയതായിരിക്കും. ഞാൻ അവരൊന്നും അറിയിച്ചോട്ടെ. ശ്രേയ പറഞ്ഞതുപോലെ നിന്റെ നാടകം മതിയാക്ക് ഗംഗേ. നീ പുറത്തേക്ക് പോ. ഞാനിതൊന്ന് ഡോക്ടറിനോട് പറഞ്ഞോട്ടെ. നീ ഒന്നും പറയണ്ട. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം. സിസ്റ്റർ, ആരെങ്കിലും ഒന്ന് പെട്ടെന്ന് ഐസിയുലേക്ക് ചെല്ലണം. മഹേട്ടന് തീരെ സുഖമില്ല. ശ്വാസം മുട്ടുന്നത് പോലെ. ഒന്ന് രക്ഷിക്കണം പ്ലീസ്. നിക്കടി അവിടെ. നീ എന്തിനാടി എന്നെ തള്ളിയിട്ടിട്ട് പോയത്? ഞാൻ എന്താ നിന്റെ വേലക്കാരിയാണെന്ന് വിചാരിച്ചോ? നീ ഈ പറയുന്ന മഹേട്ടന്റെ ഭാര്യ ആവേണ്ടവളാ ഞാൻ. എന്നെ മറികടന്ന് ഒരു സ്വാതന്ത്ര്യവും നീ മഹേട്ടന്റെ അടുത്ത് എടുക്കണ്ട. ഇപ്പൊ ഇറങ്ങിക്കോണം ഇവിടുന്ന്. ശരിയാ, ഇനി നീ ഇവിടെ നിക്കണ്ട. വെറുതെ ഷോയും കരച്ചിലും ഓട്ടവും ഒക്കെയായി കൈലാസം വീട്ടിലുള്ളവരുടെ വില കളയാൻ വേണ്ടി നീ ഇവിടെ നിക്കണ്ട. ഇപ്പൊ ഇറങ്ങിക്കോ. അവരെല്ലാം ക്യാൻറ്റീനിൽ പോയിരിക്ക. മാള് വന്ന പിന്നെ ഇവളെ ഇറക്കി വിടാൻ സമ്മതിക്കില്ല. ഇറങ്ങടി അങ്ങോട്ട്. ഇറങ്ങിപ്പോടി. എന്നെപ്പോ പറഞ്ഞയക്കല്ല ശ്രേജി. ഞാൻ മഹേട്ടന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് മഹേട്ടന് സുഖമായിട്ട് പോയിക്കോളാം. വേണ്ട, എന്റെ മഹേട്ടന്റെ ജീവൻ രക്ഷിക്കാനാ നിന്നോട് ഇവിടുന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞത്. പോകാൻ പറഞ്ഞ പൊക്കോണം. അതിന് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ശ്രേജി എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? മഹേട്ടനെ രക്ഷിക്കാൻ എന്റെ ജീവൻ പോലും കളയാൻ ഞാൻ തയ്യാറാ. എന്നാ പിന്നെ നീ ആദ്യം അത് ചെയ്. നീ നിന്റെ ജീവൻ അങ്ങ് കളഞ്ഞേക്ക്. മഹേട്ടൻ അങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടോട്ടെ. മഹേട്ടനൊന്നും സംഭവിക്കില്ല ശ്രേജി. ശ്രീമഹേശ്വരൻ കാത്തോളും, അതെനിക്ക് ഉറപ്പാ. നീ ഇനി ഒരിക്കൽ കൂടി എന്റെ മുന്നിൽ നിന്ന് ശ്രീമഹേശ്വരൻ ശ്രീമഹേശ്വരൻ എന്ന് പറഞ്ഞാ നിന്റെ മുഖം പിടിച്ച് ഞാൻ ഭിത്തിയിലൊരയ്ക്കും. ഒന്ന് ഇറങ്ങി പോടി. അതെ, ഇവളെ ഇനി ഇതിന്റെ അകത്ത് കയറ്റി പോരുത്. കയറ്റിയാ തനിക്ക് ഈ ഹോസ്പിറ്റലിൽ ജോലി ഉണ്ടാവില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.